ചന്ദ്രമോളെ, മോള് ത്രെഡിങ്ങും ഫേഷ്യലിങ്ങും ഒക്കെ കഴിഞ്ഞിട്ട് എപ്പം വരും? അച്ഛൻ്റെ അടുത്ത് കയറുന്നോ? ഒന്ന് പെട്ടെന്ന് വാ. പിന്നെ ആ കേക്കിന്റെ കാര്യം ഒന്ന് വിളിച്ച് ഓർമ്മിപ്പിച്ചേക്കണേ. സിദ്ധു വന്നു. മോള് പെട്ടെന്ന് വാ, ഞാൻ വെക്കുവാണേ. കുഞ്ഞളിന് അവിടെ പോയായിരുന്നു. ഞാൻ വിചാരിച്ചു ഉയരുമാരി പിടിച്ച് രക്ഷപ്പെട്ടാണ്. രാവിലെ തന്നെ അവരെ കുത്തിത്തിരിപ്പുണ്ടാക്കി കാണാം. എടാ സിദ്ധു, എന്താ ചേച്ചി? നിന്റെ മുറിയിലിരിക്കുന്ന സ്തുതിയുടെ ഫോട്ടോ ഒന്ന് വേണം. എന്തിനാ പ്രേമേ, കത്തിക്കാനാണോ? ആ ചോദ്യം കലക്കി. അച്ഛൻ ഒരുമാതിരി ശത്രു രാജ്യത്തെ പട്ടാളക്കാരെ കാണുന്ന പോലെ എന്നെ കാണല്ലേ. സ്തുതിയുടെ ആത്മാവിനോട് എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടൊക്കെ ഉണ്ട്. ഇത്തിരി മുമ്പേ സംസാരത്തിന്റെ ടോൺ ഇങ്ങനെ അല്ലായിരുന്നല്ലോ. നിങ്ങളൊന്നും മിണ്ടായിരിക്കും മനുഷ്യ. എടാ സിദ്ധു, നീ ആ ഫോട്ടോ എടുത്തോണ്ട് വാ. എന്തിനാ ചേച്ചിയമ്മേ? എടാ, അതിനു മുന്നിൽ വേണം വിളക്ക് കൊളുത്താന്. പൂവും കേക്കും ഒക്കെ ചന്ദ്രമോള് കൊണ്ടുവരും. അല്ല, കഴിഞ്ഞ വർഷം ഈ ആഘോഷമൊന്നും കണ്ടില്ലായിരുന്നല്ലോ. പിന്നെന്താ ഈ പുതിയൊരു പ്രഹസനം? അല്ല, അത് പിന്നെ ചന്ദ്രമോളുടെ ആഗ്രഹം. എന്താ സുധിയുടെ ചരമവാർഷികം ആഘോഷിക്കാനോ? അയ്യോ, അതല്ല അച്ഛാ, ഇവന്റെ പുനർജന്മം ആഘോഷിക്കാനേ. ചന്ദ്രമോക്ക് അത്ര നന്ദിയാ സുധിയുടെ ആത്മാവിനോട്. ഓ, ഭയങ്കരം. കേട്ടോ കുഞ്ഞളിയാ, ചന്ദ്രമോള് ഡെക്കറേഷന് ബ്യൂട്ടി പാർലറിൽ പോയിരിക്കുക. ഇന്നത്തെ ചടങ്ങ് കളറാക്കാൻ. അതിനെന്താ, പെണ്ണുങ്ങളായാലും അണിഞ്ഞൊരുങ്ങും. നെറ്റിപ്പട്ടം കിട്ടിയ കൊമ്പന് തിടമ്പ് കിട്ടിയില്ലെങ്കിൽ ഭയങ്കര നിരാശയായിരിക്കും. തിടമ്പെടുത്തോളാം. ഞാൻ നിനക്ക് കാപ്പി എടുക്കാം. നീ പോയ ഫോട്ടോ എടുത്തോണ്ട് വാ. ചേച്ചി ഒന്ന് നിന്നേ. എന്താടാ? സുധിയേട്ടന്റെ ആത്മാവിനോടുള്ള ചേച്ചിയുടെ നന്ദി സ്നേഹമൊക്കെ കൊള്ളാം. പക്ഷേ ചേച്ചി ഒരു കാര്യം ഓർത്തോണം. ഞാനേ ചേച്ചിയുടെ അനിയനാ, ഒരേ ചോര. പൊട്ടനായതുകൊണ്ട് ഞാനിങ്ങനെ മിണ്ടാതിരിക്കുന്നതൊന്നുമല്ല. ചേച്ചി എവിടെ വരെ പോകുമെന്ന് അറിയാനായിട്ടായിരുന്നു. ഓങ്ങി ഓങ്ങി നിന്നിട്ട് ഒറ്റയടി. അതാണ് സിദ്ധുവിന്റെ രീതി. ചേച്ചിക്കറിയാലോ